മസ്താനായിരിക്കുന്ന ആള് കൊമ്പില്ലാതെ മസ്താനുണ്ട് എഴുതിട്ട് അത് സൂക്ഷിച്ചോളം നായമാരെയെന്ന് വിശ്വസിച്ചു. അപ്രകാരം ഞാൻ പടക്കതക്കവണ്ണം കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന വസ്തുവാണ് ഞാൻ ഈ കച്ച കെട്ടിയിരിക്കുന്ന വസ്തു കേട്ടോ. പച്ചത്തോകളും ഒടിച്ചോളും നായമാരെന്നുള്ള മൊഴിയുണ്ടാക്കി അന്ന് പടക്കതക്കവണ്ണം കൈയെടുക്കുന്ന കാട്ടുകൾ ഞാൻ എൻ്റെതായ വിജയമായിരിക്കുന്ന വസ്തു കൊടുത്തു അല്ലേ. അന്ന് മടിയക്ഷേത്രമാരായിരിക്കുന്ന വസ്തു ഒക്കെ കഴിക്കുന്ന കാലത്തിൽ എന്നെ മാടി പിടിച്ചു. അന്ന് തിരുക്കന്നാലപ്പൻ്റെ തെക്കേ ഘോരവും പാതാളമായിട്ട് എനിക്ക് ബോധനം തന്നു. അന്നും ഞാൻ അവിടെ ശ്രമിക്കുന്നുണ്ട്. മടിയക്ഷേത്രം ഭാരമായിട്ട് കേൾക്കുന്ന കാലത്തിൽ തെക്ക് തിരിഞ്ഞ് നിൽക്കുന്ന കാലത്തിൽ എനിക്ക് ഇന്നും ബോധനമുണ്ട് അവിടെ. അങ്ങിരിക്കുന്നതായ മാതാവാണ് പ്രകാരം എന്താ ആദ്യത്തെ മര്യാദയായിരിക്കുന്ന വസ്തു ഒക്കെ പറഞ്ഞു. അതാണ് ഞാൻ വിഷയിച്ചതല്ലേ. എന്താ ഞാൻ നിൽക്കുന്ന വസ്തു പരീക്ഷണമായിരിക്കുന്ന വസ്തുവാണ്. അതുകൊണ്ടാണ് ഞാൻ വിശേഷിച്ച് അല്ലേ. ഇവിടെ അപ്രകാരം ക്രിസ്തുഭാരമായിട്ടൊക്കെയും ഞാൻ വിശേഷിച്ച കാര്യങ്ങളൊക്കെയും ഗ്രാഹമായിരിക്കുന്ന വസ്തു. അപ്രകാരം നിങ്ങൾക്ക് ഞാനല്ലാണ്ട് വേറെ ഉപദേശിക്കാൻ എൻ്റെ അഗ്രശാലമാതാവായിരിക്കുന്ന വസ്തുവും അല്ലേ. എന്നാലും ഇസ്തുറുംഭാരമായിട്ട് നിങ്ങളെ ഗ്രാഹന്മാരായിരിക്കുന്ന വസ്തുവൊക്കെയും എന്നെ ആവാഹിച്ച് ഇസ്തുറുംഭാരമായിട്ട് അഷ്ടക്കന്തൂർ സ്ഥലക്കുറാണ് അല്ലേ. പ്രകാരം താരമേനികളായിരിക്കുന്ന വസ്തു ഇത്ര കാലമൊന്നും ഇത്ര പുരുഷാദമൊന്നും ഇവർക്കും വിശേഷിക്കാൻ കഴിയോ ഇവിടെ ഇല്ല ഓ. കുറുകളെ ഇരിക്കട്ടെ. അപ്രകാരം നിങ്ങളതായ ശുദ്ധരായിരിക്കുന്ന വസ്തു കൊണ്ട് ഞാൻ ഒക്കത്തൊക്കെ കൈയെടുത്തിരിക്കുന്ന വസ്തുവാണ് അല്ലേ. ഇവിടെ അപ്രകാരം നിങ്ങളതായ പിതാമാരായിരിക്കുന്ന വസ്തു അത്രയും ഭക്തിയായിരിക്കുന്ന വസ്തു. നിങ്ങൾക്ക് ഭക്തിയില്ലാന്നല്ല വിശേഷിക്കുന്നു കേട്ടോ. ഇരിക്കട്ടെ. അപ്രകാരം നിങ്ങൾക്ക് എസ്തുരംഭാരമായിട്ടുള്ളതായ വഴി അങ്ങനെയാണ്. പ്രകാരം കർവാട് കയറിയാൽ പടിഞ്ഞിരുന്ന് പാലിച്ചു ഞാൻ വിശേഷിച്ചു. ഇനി ഞാന് അനുഭവിക്കണോ ഞാൻ എന്നെ ഒരു എന്താ എന്താ എൻ്റെ അകമ്പടി ശുദ്ധി വരുത്താറില്ലേ. കാരണം ജലമായിരിക്കുന്ന വസ്തുക്കളുള്ള എന്താ ഈ മാതാവിന് മുമ്പായിരിക്കുന്ന ദൈവനും ഭയമായിരിക്കുന്ന വസ്തു വരുമ്പോ എന്താ ഒന്നും തിരിയില്ല. ആ വസ്തുവായിരിക്കട്ടെ. ഞാൻ അനുഭവിക്കട്ടോ. അതെ എന്താ ഞാൻ ക്ഷീരം മാത്രമാണോ അനുഭവിക്കുന്നത്? രുദ്രമായിരിക്കുന്ന വസ്തു അനുഭവിക്കും. അമൃത കലശമായിരിക്കുന്ന വസ്തുവൊക്കെയും ഞാൻ അനുഭവിക്കും. എൻ്റെ പൈതങ്ങന്മാർ അനുഭവിക്കുന്നുണ്ടോ ഉണ്ടോ? ഇരിക്കട്ടെ. അതെല്ലാം ഇവിടുതായ കാരണങ്ങളുണ്ടല്ലേ. അതിന് ഓരോ കാരണമായിരിക്കുന്ന വസ്തു എന്താ ഈ ക്ഷീരം തന്ന് എനിക്ക് അമൃതായിരിക്കുന്ന വസ്തു എന്തിനാ ആക്കുന്നത് അത്രയും രുദ്രമായിരിക്കുന്ന വസ്തു. അപ്രകാരം കാഠിന്യമായിരിക്കുന്ന വസ്തുവാണ് ഞാൻ അല്ലേ. അപ്പം അതിൻ്റെതായ ദൈവത്തിൽ കൊടുത്താലേ അതിൻ്റെതായ ശാന്തത വരും അല്ലേ. അതുകൊണ്ടാണ് ഞാൻ അനുഭവിക്കട്ടെ. എന്റേതായ ക്ഷീരമണിക്കുള്ളതായ നിങ്ങളെ എന്താ എന്റെ ക്ഷീരം അണിയിക്കുന്നതായ സന്താനം ഉണ്ടാ ഇവിടെ